ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരും. അപ്പൊ നമ്മൾ കരുതി കാരണമാണെന്ന് കരുതി ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ആന്റി ഡാൽക്കർ ഷാമ്പു വാങ്ങി ഉപയോഗിക്കും. അത് കാരണമല്ല, സോറിയാസിന്റെ പ്രൈമറി ഫോം. സോറിയാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറി, വിരുദ്ധ പ്രശ്നങ്ങൾ. മനസ്സിലായില്ല? ഒറ്റയ്ക്ക് കഴിച്ചാൽ കുഴപ്പമില്ലാത്ത ചില പ്രശ്നങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. മുട്ട കഴിക്കുമ്പോൾ പഴം കഴിക്കരുത്, ചൂടുള്ള ചോറ് മോറൊഴിച്ച് കഴിക്കരുത്. കഴിക്കാറില്ല? കഴിക്കണം. ചൂടുള്ള കഞ്ഞിയിൽ നല്ല തൈര് ഒഴിച്ചുള്ള ഒരു അസറ്റോണിന്റെ മണം വരും. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നമ്മൾ കഴിക്കും. പുളിയുള്ള പഴങ്ങളുടെ കൂടെ മധുരമുള്ള പഴങ്ങൾ കഴിക്കരുത്. പുളിയുള്ള പഴങ്ങൾ നല്ലതോ വളരെ നല്ലതായി കൂടെ മധുരമുള്ള പഴങ്ങൾ കഴിക്കരുത്. നമ്മൾ ഇതൊക്കെ കഴിക്കും. മോരൊഴിച്ച് കഴിച്ചു. ആമാശയത്തിന് കൈയുണ്ടായിരുന്നെങ്കിൽ ദിവസം ഓരോ ദിവസവും 100 തല്ല് നിങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഓരോ തെറ്റിനും അപ്പടി അടി 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 അടിയോട് അടി കൂപ്പൻ. ആമാശയത്തിന് കൈയില്ലാതെ നിങ്ങളൊന്ന് വിചാരം പോയിട്ട് ദൈവത്തിന് നന്ദി പറയും. അല്ല, ഞാൻ പറഞ്ഞ കാര്യമാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. അടിയൊന്നും ആയിട്ടില്ല, വടിവെട്ടാൻ പോയിട്ടുള്ള ശ്വസമാണ്. അപ്പൊ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന്റെ കാരണം അന്വേഷിക്കാറില്ല. സോറിയാസിസ് വന്നു, അപ്പൊ ഡോക്ടറെ കണ്ടു, ഇംഗ്ലീഷ് മരുന്ന് അത് അടിച്ചമർത്തി 2 ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ പുറത്തു വരും. അപ്പൊ വേറെ ഡോക്ടറെ കാണാൻ അദ്ദേഹം ഒന്ന് അടിച്ചമർത്താൻ എന്തെങ്കിലും തരും അല്ലെ? എന്തുകൊണ്ട് രോഗം വരുന്ന ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? കാരണം ഞാൻ പറഞ്ഞു ഇതാണ് കാരണം. അപ്പൊ ഒന്ന് വിരുദ്ധ ഭക്ഷണങ്ങൾ. രണ്ടാമത്തെ കാരണം നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണങ്ങൾ നടക്കാം. ഒരു മനുഷ്യ ശരീരത്തിൽ 5 തരത്തിലുള്ള ശുദ്ധീകരണങ്ങളുണ്ട്. അതിൽ ഒന്നാമതാണ് ഉച്ഛ്വാസവായു. ഉച്ഛ്വാസവായു ശക്തമായ ഒരു ശരീരത്തിലും ശ്വസന സംബന്ധമായ ഒരു രോഗങ്ങളും ഉണ്ടാവില്ല. എന്താ, എങ്ങനെ ഉച്ഛ്വാസവായു ശക്തമാവുക? വ്യായാമം ചെയ്യണം. ചെയ്യാറുണ്ടോ? എങ്ങനെയാണോ പേര് നന്നാവുക? താൻ ചെയ്യാറുണ്ടോ? ചെയ്യരുത്. ക്ലാസ് ആദ്യം മുന്നിട്ടോ. ഇയാൾ അടുത്ത മാസം 8-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ കരയൂട്ടിൽ വരണം. യു വിൽ ഗെറ്റ് എ സ്പെഷ്യൽ ലെക്ചർ. സെക്കൻഡ് സാറ്റർഡേ ആണ് യു കം. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ. അവളെ ദിവസം ക്ലാസ് നഷ്ടപ്പെടുത്തില്ല, അവിടെ വരാൻ പറയുന്നത് കേട്ടോ. ഒരു ക്ലാസ് ഒന്നല്ല, ഈ ക്ലാസ് കേട്ടോ നിങ്ങളുടെ ലൈഫ് മാറാം. ആ ക്ലാസ് കേട്ടിട്ട് ഞാൻ ഡിഗ്രി വരെയൊക്കെ പഠിച്ചതാ. BSc മാത്സ് ഒക്കെ പഠിച്ച, പിന്നെ കുറച്ച് ഡിപ്ലോമ, 3-4 ഡിപ്ലോമയൊക്കെ പഠിച്ചു. പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ ഇതുവരെ പോകാണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ പഠിച്ചു? +2 പഠിക്കും, 10ാം ക്ലാസ് പഠിക്കാൻ ഞാൻ ഈ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? A+B ² = A² + 2AB + B² പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നില്ലേ? BSc മാത്സിന് ഡിസ്റ്റിങ്ഷൻ വാങ്ങി പാസ്സായ ആ എനിക്ക് ഇന്ന് വരെ ഇതിന്റെ ഉപയോഗം മനസ്സിലായി. ഒരു പക്ഷേ എപ്പോഴെങ്കിലും മരിക്കുന്നതിന് മുമ്പ് കോളേജിൽ ലെക്ചർ ഇരിക്കുന്ന ബാക്കിലുണ്ടോ? ഇന്ന് വരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. 5ാം പാലിപ്പത്ത് എന്ന് നടന്നു എന്നുള്ളത് തെറ്റിച്ചാൽ എനിക്ക് എന്റെ സരസമ്മ ടീച്ചർ എന്നെ തല്ലിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, 5ാം പാലിപ്പത്ത് യുദ്ധം നടന്നാലും നടന്നത് എന്റെ ലൈഫിന് അതൊരു മാറ്റം ഉണ്ടാക്കില്ല. ഉണ്ടാക്കുമോ? ഇല്ല. പക്ഷെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന് പ്രാക്ടിക്കലി ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. പോട്ടെ, ഒരു പക്ഷേ ഒരു ആർട്സിന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടായിരിക്കും A+B എഴുതി വെച്ചാൽ. അപ്പോ ഉച്ഛ്വാസവായു ശക്തമായ ഒരു ശരീരത്തിൽ ഒരു രോഗങ്ങളും വരില്ല. കാര്യം എന്ത് ചെയ്യണം? എല്ലാവരും നിവർന്നിരുന്ന് ശ്വാസം നന്നായിട്ട് ഉള്ളിലോട്ട് എടുക്കുക. എന്താണ് ചെയ്യാത്ത ദിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞ രീതിയിൽ ഒരു ക്ലാസ് ഒരു സ്പീച്ച് കിട്ടുമല്ലോ. ദൈവം ഞാൻ ലൈഫിൽ നിന്ന് വരെ ഇത്രയും പറഞ്ഞു അടിപൊളി. എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം. മനസ്സിലായില്ല? ഒന്നും ചെയ്തില്ല, ഭക്ഷണം കഴിക്കുക. ആകെ 2 അവയവങ്ങളിൽ വ്യായാമം. ഒന്ന് ചുണ്ടാന വരല് വ്യായാമം, മൊബൈലിൽ ഇങ്ങനെ തോന്നണ്ടേ. 2 കിട്ടാടിക്ക് നല്ല വ്യായാമം ചവച്ചോണ്ടിരിക്കും. ഹലോ. അപ്പോ ഉച്ഛ്വാസമായി ശക്തമാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടും, ഓക്സിജൻ ലെവൽ കൂടും, നല്ല കൊളസ്ട്രോൾ കൂടും, പ്രതിരോധ ശേഷി കൂടും, രോഗങ്ങൾ വരില്ലേ. ഇനി രണ്ടാമത്തെ ശുദ്ധീകരണമാണ് എന്ത്? വിയർപ്പ്. നന്നായിട്ട് വിയർക്കണം. പല പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കിട്ടി പെട്ടെന്ന് പോകും. വിയർക്കാത്ത ശരീരത്തിലാണ് ഏറ്റവും അസുഖങ്ങൾ വരുന്നത്. കാരണം 60 മുതൽ 80% അഴുക്കുകൾ ശരീരം വിയർപ്പൂടെ പുറന്തള്ളും. വിയർക്കാത്ത ശരീരത്തിനെ പേടിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിയോ, ഏതെങ്കിലും കിഡ്നി പേഷ്യൻസിന്റെ ഹിസ്റ്ററി പരിശോധിക്കുക. കഴിഞ്ഞ 5 വർഷങ്ങളിൽ അത് ഒരിക്കൽ പോലും വിയർത്തുണ്ടാകും. വിയർക്കാത്ത ശരീരം പേടിക്കണം. നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വിയർക്കാറുണ്ടോ ചോദിച്ചില്ലേ? ചോദിച്ചു. അത്രയുള്ള കാര്യം. ഉച്ഛ്വാസവായു, വിയർപ്പ്. മൂന്നാമത്തെ മൂത്രം നന്നായിട്ട് പോകണം. മൂത്രം നന്നായിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം നന്നായിട്ട് കുടിക്കണം. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം?
3.5 ലിറ്റർ. ഓരോ ജീവിതത്തിലെ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കണം. നിങ്ങൾ വെള്ളം കൂടി കുറവാ കൈ കാണിക്ക്. തീരെ വെള്ളല്ലേ? എത്ര കിലോ തൂക്കുണ്ട്? 60 ഞാൻ 60 മനസ്സിൽ കയറ്റിയത്. 68 കിലോ തൂക്കുന്ന ലിസ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? മിനിമം 3.5 മുതൽ 3.25 ലിറ്റർ വെള്ളം, 3.5 മുതൽ 4 ലിറ്റർ വെള്ളം കുടിക്കുന്ന ദിവസം. എത്ര കുടിക്കാറില്ലേ? ആശാവർക്കറല്ലോ നടന്ന് നമ്മൾ വെള്ളം കുടിക്കുന്ന നേരമില്ല. നിങ്ങളെന്താ പുഷ്പ എവിടെ വീട്ടിൽ തന്നെ ഇടക്കാട്. അപ്പോ മൂത്രം നന്നായിട്ട് പോകണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് വെള്ളം കുടിക്കണം. മൂത്രം നന്നായിട്ട് പോകണം ഏറ്റവും നല്ലൊരു പരിപാടി. മൂത്രത്തിന് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കിലോ ചിറ്റമുറ കുറച്ചും കൂടി ചേർത്ത ഡിക്കോക്ഷൻ, ഒരു കഷായം ഇതങ്ങനെ കഴിച്ചാൽ മൂത്രത്തിന്റെ സർവ്വ പ്രശ്നമാണ്. മൂത്രവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാവും? കല്ലുണ്ടാവും അല്ലെ? കിഡ്നി സ്റ്റോൺ ഉണ്ടാവും, പലതരത്തിലുള്ള കല്ലുകളുണ്ട്. പിത്താശയത്തിന് കല്ല്, അല്ലെങ്കിൽ മൂത്രാശയത്തിന് കല്ല്, മൂത്രനാളിയിൽ കല്ല്, എല്ലാ ദിക്കിലും കല്ലുണ്ട്. കല്ല് വെള്ളം കുടിക്കുന്നത് കിലോ ചിറ്റമുറ കുറച്ചും കൂടി ചേർത്തുള്ള ഈ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ ഈ കഷായം കഴിച്ചു കഴിഞ്ഞാൽ കല്ലിന് വളരെ നല്ലത്. അപ്പൊ മൂത്രം നന്നായിട്ട് പോലെ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും നമ്മുടെ ഈ വിഷുവിനൊക്കെ കൊടുക്കുന്ന ഒരു സാധനം കൂവയ്ക്ക് എന്താ പറയാ? ആരോ കൂവന്നല്ലേ പറയാം, ഇവിടെ എന്താ പറയാ? കൂവ. ആ കൂവ കുടിക്കും. 7 ദിവസം തുടർച്ചയായിട്ട് 1 സ്പൂൺ കൂവ കൂട്ടി കഴിക്കും. കുറച്ച് സർക്കാർ ചേർത്ത് കഴിച്ചോളൂ. മൂത്രത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ഓക്കെ. അപ്പൊ ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം. 4ാമത്തതാണ് മലം. ഇത് വൈദ്യുതി മൂല്യമൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാം? ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇയാൾ പറയുക. നിങ്ങളെ വീട്ടിലല്ലേ വർക്ക് ചെയ്യുന്നത്? പറ. ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരുമിച്ച് കിട്ടുള്ളൂ. ഇതിങ്ങനെ ഓരോ മാസം കൂടിക്കൊണ്ടിരിക്കും. മലയാളികളുടെ പല ബന്ധം റിക്കറിംഗ് ഡെപ്പോസിറ്റാണ്. ഓരോ ദിവസം കുറച്ച് ഇങ്ങനെ സ്റ്റോറി ഇത് ഇതൊന്നും പോയില്ല. 60-70% മാറ്റാൻ പകരം നന്നായാൽ മതി. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് ആമാഹി സർവ്വരോഗാണ്, ആമാശമാണ് സർവ്വരോഗങ്ങളുടെ ചെയ്തു. അപ്പോ വെള്ളം നന്നായിട്ട് കുടിക്കുക. നല്ല ശോധന കിട്ടാൻ ചെയ്താൽ മതി. റഫേജ് ഉള്ള ഭക്ഷണം കഴിക്കുക. എന്താണ് റഫേജ്? ഫൈബറുള്ള ഭക്ഷണം. ഫൈബറുള്ള ഭക്ഷണം ഇരിക്കാത്ത ഭക്ഷണം അല്ലേ? തലേന്ന് ഉച്ചയ്ക്ക് പൊരിഞ്ഞാടലോ കൊണ്ട് കറിയും വെച്ചൊന്നും കഴിക്കില്ല. പിന്നെ രാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല. വയറിനും പുറത്തേക്ക് കഴിച്ചതോ അവൻ ഇവിടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കും. അപ്പോ നന്നായിട്ട് വയറ് ക്ലീൻ ആവാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ. ഇത് രാവിലെ വൈകിട്ട് 10 മുതൽ 15 അമ്പത് കഴിച്ചാൽ ഒരുവിധം ഭേദപ്പെട്ട മലബന്ധം മാറും. എന്താ കാരണം? ഇതിൽ ഫൈബർ ഉണ്ട്. 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. സൊല്യൂബിൾ ഫൈബറും ഉണ്ട്, ഇൻസൊല്യൂബിൾ ഫൈബറും ഉണ്ട്. ഇനി അതുകൊണ്ട് മാറി കുറയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സാഫ് മീൻസ് ശുദ്ധീകരണം. ഉദർ എന്ന് വെച്ചാൽ എന്താ? ഉദരം, വയറിനെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ നാട്ടില് പണ്ട് കാലത്തൊക്കെ ഒരു വൈദ്യുതി എന്നാൽ ശോധനയില്ല എന്ന് പറഞ്ഞ വൈദ്യുതി തരുന്നൊരു കുടിയുണ്ട്. ത്രിഫല കേട്ടിട്ടില്ലേ? നെല്ലിക്ക, താന്നിക്ക, കിടക്ക. ആ 3 പുറമെ 8ഓളം ചേരുവകൾ ചേർത്ത് 11 ചേരുവകൾ ഉദർസഭ എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്ക് വരെ കൊടുക്കാം. മുതിർന്നവർക്ക് 2 ടീസ്പൂൺ, കുട്ടികൾക്ക് 1 സ്പൂൺ മതി. തീരെ തരം കുട്ടിക്ക് 1.5 ടീസ്പൂൺ മതി. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തില് 2 ടീസ്പൂൺ മിക്സ് ചെയ്ത് കഴിക്കാം. പിറ്റേന്ന് രാവിലെ വയറൊന്നും ക്ലീനും. വയറളവൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഇനി ഒരു പക്ഷെ ആദ്യമായിട്ട് കഴിക്കുന്ന ദിവസം നിങ്ങൾ ഒരു ദിനത്തിന്റെ തലേന്ന് കഴിച്ചോളൂ. എല്ലാവർക്കും കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ആശയം മെമ്പറോ ആണോ? എത്ര നാളായി? 3 വർഷമായിട്ട് നമ്മൾ കാണുന്നില്ല. സമയമായില്ല പോലും. അങ്ങനെ കവിതയുണ്ട്, ഞാൻ ഉള്ളിൽ പറയാം കേട്ടോ. അപ്പോ ശോധന ശരിയല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടും. ഇനി ഇതുകൊണ്ട് ശോധന ശരിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 ടീസ്പൂൺ ആവണം. ആഴ്ചയിൽ ഒരിക്കൽ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 4 വന്ന് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിട്ട് കഴിക്കുക. അടിച്ച് പൊളിച്ച് ക്ലീൻ ആവും. നീറ്റ് ആൻഡ് ക്ലീൻ ആവും ശോധന. എങ്ങനെയെങ്കിലും ശോധന സാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. രാവിലെ ടോയ്ലറ്റ് പോയിട്ട് വൈദ്യുതൊന്നും പോയി അന്ന് കൂടി മുടി കെട്ടി തലവേദന വരുന്നത് വൈകുന്ന വയറ് ശരിയില്ലെങ്കിൽ നമ്മൾ തലവേദന ഉറപ്പാം അല്ലേ? ഹലോ, നമ്മളെല്ലാവരും എവിടെയാണല്ലോ? എവിടെയും പോയിട്ടില്ല കേട്ടോ. എന്റെ കാര്യമല്ല, നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളുടെ ഓരോരുത്തരും കാര്യമാണ് പറയുന്നത്. ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം. 5ാമത്തതാണ് ആർത്തവം. ഇത് സ്ത്രീകളെ സംബന്ധിച്ചത് വളരെ important. ഇത് കൃത്യമായിട്ട് നടക്കണം. എങ്ങനെ നടക്കണം? ഓരോ 28+- 2 ദിവസത്തിലും നടക്കണം. അങ്ങനെ നടക്കാറൊന്നുമില്ല. ചിലപ്പോൾ 14 ദിവസം വരും, ചിലപ്പോൾ 56 ദിവസം വരും, ചിലപ്പോൾ വന്നാൽ പിന്നെ നിൽക്കില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന ഇറഗുലർ ആയിട്ട് വരുന്ന പിരീഡ്, അബ്നോർമൽ ആയിട്ടുള്ള വയറുവേദന,
എക്സസീവ് ആയിട്ട് വരുന്ന ബ്ലീഡിങ്, ഒട്ടും ബ്ലീഡിങ് ഇല്ലാത്ത അവസ്ഥ, ഗർഭാശയം പുറത്തോട്ട് തള്ളി വരുന്ന യൂട്രസ് പ്രൊലാപ്സ്, മൂത്രാശയം പുറത്തോട്ട് തള്ളി വരുന്ന അവസ്ഥ തുടങ്ങി കുറേ അസുഖങ്ങൾ, 14ഓളം ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ. അപ്പൊ ഇത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ, കറക്റ്റ് ആക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ നല്ലപോലെ എന്ത് വേണം? അയൺ വേണം. അയൺ എവിടുന്ന് കിട്ടും? ഇരുമ്പ് എവിടുന്ന് കിട്ടും? ആക്രിക്കടന്ന് കിട്ടും. എവിടുന്നാ ഇരുമ്പ് കിട്ടുക? ഭക്ഷണത്തിലൂടെ. ഞാൻ പേടിക്കാത്ത പറയട്ടോ, ഇരുമ്പ് എവിടുന്നാ കിട്ടുക? ഭക്ഷണത്തിന് ഇരുമ്പ് എവിടുന്ന് കിട്ടും? ഇലക്കറികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പ് കിട്ടുന്നതാണ് ചേമ്പിന്റെ ഇല. ചേമ്പിന്റെ ഇലയിലാണ് ഏറ്റവും കൂടുതൽ അയൺ. ചേമ്പിന്റെ ഇല പറ്റി ചില ചേമ്പിനൊക്കെ ചെറിയ ചോദ്യത്തിലുണ്ടാവും, നോക്കി കണ്ടെടുത്താൽ മതി. ചേമ്പിന്റെ ഇല കഴിക്കില്ലേ? കഴിക്കരുത്, നല്ല സാധനം കഴിക്കരുത്, നന്നാവല്ലേ ഒരിക്കലും, അല്ലേ? പണ്ട് കാലത്ത് താളും തകരയായിരുന്നു ഭക്ഷണം. കാരണം ഒന്നും കഴിക്കാനില്ല, ആകുടി പച്ചവെള്ളം ഈ താളും തകരയും കേട്ടില്ലേ? പഴയ തലമുറ കേട്ടിട്ടുണ്ടാവും, സാറൊക്കെ കേട്ടിട്ടുണ്ടോ? ഭക്ഷണം കറി വയ്ക്കാൻ താളും തകരയും കഴിച്ച് ഒരു സ്ത്രീക്ക് കുറ്റസംബന്ധമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സത്യമാണ് അല്ലേ? നിങ്ങളുടെയൊക്കെ അമ്മാമ്മയുടെ അമ്മയൊക്കെ 10ഉം 12ഉം പ്രസവിച്ചു, ഒന്ന് പ്രസവിക്കേണ്ട ആരോഗ്യ കാലഘട്ടത്തിൽ പിള്ളേർക്ക്. ഹലോ, ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ എന്താ പഠിച്ചിരിക്കും? ജനറൽ നഴ്സിംഗ്, BSc നന്നായി, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇത് കറക്റ്റ് അല്ല. അപ്പൊ ഇതിൽ എവിടെ പ്രശ്നം വന്നാലും അവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണോ? നമ്മുടെ ശരീരത്തിന് ശുദ്ധീകരണങ്ങൾ കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ വെയിറ്റ് ലോസിന്റെ കാര്യം പറഞ്ഞു, സോറിയാസിസ് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ആ സോറിയാസിസ് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ എണ്ണ വരുന്ന കാരണങ്ങളെ ഒഴിവാക്കുക. ഈ എണ്ണ നന്നായിട്ട് മേലെ അപ്ലൈ ചെയ്തിട്ട് പപ്പടം ഉണക്കാനിടുന്ന പോലെ 1 മണിക്കൂർ വെയിലത്ത് കിടക്കുക. പ്രിഫറബിളി ഏറ്റവും മിനിമം റെസിഡൻസിന് അവസരം കിടന്നോ 1 മണിക്കൂർ, അരമണിക്കൂർ മലർന്ന് കിടക്കുക, അരമണിക്കൂർ കമർന്ന് കിടക്കുക. 5 വെളുത്ത വസ്തുക്കൾ ഒഴിവാക്കുക. പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, തവിട് ഇല്ലാത്ത വെളുത്ത സോറിയാസിസ് മാറും. കുറയുന്നല്ല പറഞ്ഞു, പക്ഷെ ആദ്യം ഒന്ന് കൂടും, പിന്നെ കുറയും. അതാണ് അതിന്റെ രീതി. അഴുക്കുകളെ കൂടെ പുറത്തല്ല. ഓക്കെ, അപ്പോ നല്ല ആരോഗ്യം കിട്ടുന്നെങ്കിൽ നല്ല ഭക്ഷണം. ഇത് നല്ല ഭക്ഷണം, ഇത് കഴിച്ചുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ തലയിൽ തേക്കാം, ഏകദേശം കുളിക്കാം. ഇത് പാചകമായിട്ട് ഉപയോഗിക്കുമ്പോൾ എത്ര പേരുടെ ഇത് പാചകമായിട്ട് സാറിന്റെ കണ്ടോ? അതേ എന്ത് ചെയ്യുന്ന ജോലി? കൃഷിയാണ്. ഇവിടെ നമുക്ക് നല്ല കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ പാചകമായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇത് 700 മില്ലി വരും. എന്താ കാരണം അറിയാം? നിങ്ങളുടെ വീട്ടിൽ ഏത് വെളിച്ചെണ്ണ, ഏതെണ്ണ ഉപയോഗിക്കാം സാധാരണ? ഇപ്പഴല്ല, ഇപ്പൊ 3 ആഴ്ചയിൽ നിങ്ങൾ ഉപയോഗിക്കും. പറയും വെളിച്ചെണ്ണ നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ തെങ്ങുണ്ടോ? എവിടുന്ന വെളിച്ചെണ്ണ വാങ്ങിക്കും? ഒരു വെളിച്ചെണ്ണയല്ല. നിങ്ങളുടെ വീട്ടിൽ ആദ്യം കടയിൽ വിട്ട് വെളിച്ചെണ്ണ മൊത്തമായ ഉടക്കം. സാധാരണ നമ്മൾ കേരളത്തിൽ 5 തരം എണ്ണകൾ ഉപയോഗിക്കും. വെളിച്ചെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ, എള്ളെണ്ണ, ഒലിവെണ്ണ. ഒലിവെണ്ണത്തിന്റെ വില കൂടുതലുകൊണ്ട് പുതിയ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഈ എണ്ണ നല്ല വെളിച്ചെണ്ണ പറയും. നല്ല വെളിച്ചെണ്ണ ഒലിക്കുന്ന എന്താ വില പറയും? 240, 220. സത്യമാണ്, ചേച്ചി പറഞ്ഞ സത്യം, രാജമ്മ പറഞ്ഞ സത്യം. 220, 240. ഓക്കെ, ഒരു 200 പ്ലസ് ഒരു 240 രൂപ എന്ന് കരുതുക. നല്ല വെളിച്ചെണ്ണ തൃശ്ശൂർ കഴിഞ്ഞാൽ കടയിൽ 250 നല്ല ആട്ടിയ വെളിച്ചെണ്ണ നേരിട്ട് കിട്ടുന്നത്. ഈ എണ്ണയ്ക്ക് എത്ര വില? 220. അപ്പൊ വില കൂടുതലാണോ? അല്ല. 1 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സാധനത്തിന് 700 മില്ലി മതിയെങ്കിൽ 220 രൂപയുടെ പൗഡർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രാക്ടിക്കലി 30% കുറവ് മതി. ഇത് 30% എത്ര? 66 രൂപ. 66, 4, 67, 12, 5, 154 രൂപയുടെ തവിടെണ്ണ ആയിട്ട് വരുന്ന അതേ വില കൊണ്ട് 240 രൂപയുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായി? 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് 700 മില്ലി മതി. കാരണം എണ്ണ കുറഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. അപ്പോ 220 ആണ് ഈ എണ്ണയുടെ MRP. ഇതിന്റെ 30% ഉപയോഗം കുറവ്. ഇതിന്റെ 220 30% 66 154. ഓക്കെ, ഇപ്പൊ പ്രാക്ടിക്കലി എത്ര വില വരുന്നത്? 154 രൂപ വില വരുന്ന തവണ കൊണ്ട് നടക്കുന്ന കാര്യം നടത്താൻ ഇവിടെ 250 രൂപ വെളിച്ചെണ്ണ വേണം. തീർന്നില്ലേ? നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും? ആർസിബിൾ മെമ്പർഷിപ്പ് ഇല്ലാത്ത എത്ര പേരുണ്ട്? നിങ്ങൾ മെമ്പർഷിപ്പ് ഇല്ല,
നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 220 കിട്ടും. പക്ഷെ ആർട്സിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് 57 രൂപ കുറവിന് കിട്ടും. 57 രൂപ അല്ല ചേച്ചി, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തല്ലേ, 57 രൂപ കുറവിന് കിട്ടുമ്പോൾ 154 മൈനസ് 57, 14 ആവാൻ 7, 5 6, 15 ആവാൻ 9, 97 രൂപ വില വരുന്ന തവിടെണ്ണ കൊണ്ട് നടക്കുന്ന അതേ കാര്യം നടത്താൻ 240 രൂപ വെളിച്ചെണ്ണ വേണമെങ്കിൽ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്താ ജോലി എന്ന് പറഞ്ഞ എന്ത് കാരണം? മിസ് വളവ് എണ്ണ ഉപയോഗിക്കും. എന്തൊരു ലാഭം നോക്ക്, എത്ര പെർസെന്റേജ് ലാഭമുണ്ട്? തീർന്നില്ല. ഇതിന് 60 പർച്ചേസ് വോളിയല്ല, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതിന്റെ ബെനിഫിറ്റ് എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 1 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇത് 700 മില്ലി മതി ജീവിത ചെലവിനെയും ആരോഗ്യപരമായ ചെലവിനെയും ചുരുക്കാൻ സാധിക്കും. ഓക്കെ ചേച്ചി, ഇത് കഴിക്കാറുണ്ടോ? പച്ചക്ക് കഴിക്കാറുണ്ടോ ചേച്ചി? അത് സ്റ്റാർട്ട് ചെയ്യൂ, സ്റ്റാർട്ട് ചെയ്യൂ. എത്ര പേരുണ്ട് പച്ചക്ക് ഡെയിലി കഴിക്കുന്നവര്? സാറൊക്കെ ആയിരിക്കും. ഇവിടെ കുറച്ച് അവർക്ക് ഡൗട്ട് ഉണ്ട്. എനിക്കാണെങ്കിൽ നല്ല ദാഹമുണ്ട്. സാർ ഒരു ഗ്ലാസ് കൊടുക്കും, കട്ട് ചെയ്തിട്ട് ആകെ ഒരു പാക്കറ്റാണോ ഇവിടെ? വേറെ ഒരു ഗ്ലാസ് കുറച്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ തുടിച്ച് കഴിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകും കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതെന്താ എങ്ങനെ കഴിക്കേണ്ടത്. ഇത് രാവിലെ എണ്ണ കഴിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് മനസ്സിലായില്ല. നിങ്ങൾ കഴിച്ചോളൂ, കാരണം ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എഴുതിയിട്ട് 10 മുതൽ 15 ml. അപ്പോ ഈ എണ്ണ നമുക്ക് തലയിൽ കഴിക്കാം, മേലെ തിരിച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം, പച്ചക്ക് കഴിക്കാം. എപ്പോ കഴിക്കാം? രാവിലെ 1 മണിക്ക് കഴിച്ചോളൂ, രാത്രി ഭക്ഷണത്തിന് മുൻപ് കഴിച്ചോളൂ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ കിട്ടുന്ന ഗുണം എന്താ ഗുണം? ഒന്ന്, ഇത് നമ്മുടെ ഷുഗർ ലെവൽ. എത്ര പേർക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞേ? എത്ര പേർക്ക് ഷുഗർ ഉണ്ടെന്ന്? 1 2 3. എങ്ങനെയാണ് ഈ എണ്ണ? 4 കുഴപ്പമില്ലെന്ന് വേണം. കൈ ഇപ്പൊ ജനാലയൊക്കെ കൈ പൊക്കാതെ ഇരിക്കുന്നുണ്ട്, എന്തിനീ വഴി കൊടുത്ത് അടിവാങ്ങിക്കുന്നത് കരുതി, അതൊന്നും പ്രശ്നമില്ല. അപ്പോ ഈ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഷുഗർ കുറയുന്നത്? നിങ്ങളോട് ആളുകൾ ചോദിക്കും, ഞാൻ കാണിച്ചത്. നമ്മുടെ ബയോളജി ക്ലാസ് ബയോളജി പഠിച്ചു തുടങ്ങിയോ? പഠിക്കാൻ നമ്പർ 1 സ്കൂൾ ടോപ്പർ അല്ല, സ്റ്റേറ്റ് ടോപ്പർ അല്ല, നാഷണൽ ടോപ്പർ ആയിട്ട് മാറും. ഓക്കെ, വെറുതെ പറയുന്നതല്ല, അത്രയും എനർജി ഉണ്ട്. നമ്മുടെ ജീവിതത്തിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഏത് മേഖലയിലും നമുക്ക് സക്സസ് ആവാൻ ആദ്യം വേണ്ട കാര്യം എനർജി വേണം. ചത്തി ഒരു കാര്യമില്ല. സോ യു ഗോട്ട് ദാറ്റ്, വെരി ഗുഡ്. അതുകൊണ്ടാണ് 8-ാം തീയതി വരണം നമ്മൾ കേട്ടോ, ജൂൺ 8-ാം തീയതി വരെ. എന്ത് ക്ലാസ്സിന്റെ നമ്മൾ ഒരു വണ്ടിയിൽ കയറ്റി വിടും, തിരിച്ച് ഞാൻ വീട്ടിൽ എത്തിച്ചോളാം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കുക? ബയോളജി ക്ലാസ്സിൽ ഇയാളെന്താ പഠിക്കുന്നത്? ഇപ്പോൾ പ്ലസ് 2 ഏതാ പഠിക്കുന്നത്? കൊമേഴ്സ്. 10ാം ക്ലാസ്സിൽ ബയോളജി പഠിക്കുന്നത്. ചോദ്യം ചോദിക്കില്ല, എന്ത് കരുതലും ചോദ്യം ചോദിക്കും. ഇത് നമ്മുടെ വായ, നമ്മുടെ അന്നനാളം, ഇത് നമ്മുടെ ആമാശയം, ഇത് നമ്മുടെ ചെറുകുടല്, ഇത് നമ്മുടെ വൻകുടല്, അങ്ങനെ മലാശയം. ഒരു സാധാരണ 5-5 അടി ഉയരമുള്ള ഒരാൾക്ക് ഈ വായ മുതൽ മലദ്വാരം വരെ 24 മുതൽ 30 അടി വരെ നീളണം. ഒരു പെരുമ്പാമ്പ് ചുരുട്ടി കിടക്കണ പോലെ കിടക്കുക. ചേച്ചി ഇത് പ്ലെയിൻ കഴിഞ്ഞ് വൃത്തിയാക്കാറുണ്ടോ? എങ്ങനെ കഴിയുക? ചൂടിട്ട് കഴിയും. ഈ എണ്ണ കുടിക്കുമ്പോ ഈ ചേച്ചി എത്ര നാളെ ആവശ്യത്തിൽ വന്നിട്ട് വന്നിട്ടില്ല. ശരി, കുഴപ്പമില്ല. ചേച്ചി പറഞ്ഞ പോലെ കറക്റ്റാണ്. നമ്മുടെ വയറിൽ കാണുന്ന പോലെ അത്ര സുന്ദരമൊന്നുമല്ല. വർഷങ്ങളായിട്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ കൃത്രിമ നിറങ്ങളും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഇത് എണ്ണ തന്നെയല്ലേ? ചിലപ്പോൾ ജിഷയ്ക്ക് ഡൗട്ട് തോന്നും, അങ്ങനെ കാണിക്കില്ല, മാജിക് കാരൊക്കെ കാണിക്കില്ല. ചില സാധനങ്ങൾ കത്തിയൊക്കെ വിടുന്നത് ശരിക്കും നടക്കണമെന്നല്ല. എന്താ സാധനങ്ങൾ എണ്ണയാണോ? എന്തുകൊണ്ടുള്ളത്? രാവിലെ എന്താണത്? നിങ്ങൾ കണ്ടില്ല? ഓക്കെ, അപ്പോ ഇത് കഴിച്ചാൽ എന്താ സംഭവിക്കാതെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോ കഴിക്കണം, പിന്നെ കഴിച്ചാൽ മതി. ഇത് കഴിച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ ധാരാളം ഫൈബർ ഉണ്ട്. എന്ത് ഫൈബർ ഉണ്ട്? 2 തരത്തിലുള്ള ഫൈബർ. 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. ഒന്ന് സൊല്യൂബിൾ ഫൈബർ, മറ്റൊന്ന് ഇൻസൊല്യൂബിൾ ഫൈബർ. ഈ സൊല്യൂബിൾ ഫൈബർ ലയിക്കുന്ന നാരുകൾ നേരെ ചെന്ന് നമ്മുടെ ലിവറിൽ ചെന്ന് ലിവറിന്റെ മേലെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ബാക്ടീരിയ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്ടീരിയ ഉള്ള ആളുകൾക്ക് കഞ്ഞി നല്ലതാണ്, കഞ്ഞിവെള്ളം നല്ലതാണ്, തവിട് നല്ലതാണ്,
തവിടെണ്ണ നല്ലതാണ്. അതുകൊണ്ടാണ് സാറേ 50 വർഷം മുമ്പ് ദിവസം 3 നേരം കഞ്ഞി കുടിച്ചിരുന്ന ഒരു മലയാളിക്കും ഫാറ്റി ലിവർ ഇല്ലാത്തത്. താർക്കിക ഫാറ്റി ലിവർ ഉള്ളത് എല്ലാവർക്കും. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വയറിലൊരു ഗ്യാസിന്റെ കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ യുവർ ലിവർ ഈസ് ഗോയിങ് ടു ഗെറ്റ് ഡിറ്റീരിയോറേറ്റ്. അതായത് നിങ്ങളുടെ ലിവറിന് ചെറിയൊരു പ്രശ്നം വരും. മനസ്സിലായില്ലേ? ഇഷ്ടപ്പെട്ട് കിട്ടിയോ? ആ, അപ്പോ സൊല്യൂബിൾ ഫൈബർ, ഇൻസൊല്യൂബിൾ ഫൈബർ എന്താ ചെയ്യാം? ഇൻസൊല്യൂബിൾ ഫൈബർ നമ്മുടെ ആമാശയത്തിൽ അങ്ങനെ ചെല്ലും. ആമാശയം ഒരു സഞ്ചിയാണ്. നമ്മുടെ ആമാശയത്തിന്റെ സൈസ് ഞാൻ കാണിച്ചു.